പിന്നെ ടെലഗ്രാം ഗ്രൂപ്പ് എവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ക്വസ്റ്റ്യൻസ് ശരിക്കും പല ദിവസവും ഒരു ദിവസം അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്ത് തീർക്കാൻ തന്നെ ചിലപ്പോൾ പറ്റൂല. അത്രയും ക്വസ്റ്റ്യൻസ് വരും. SC മലയാളി വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ തന്നെ ചിലപ്പോൾ സെലക്ഷൻ കിട്ടും. സോൾവ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ തോന്നും. മീൻസ് റീസണിങ് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട്, പക്ഷെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. മീൻസ് ചിലപ്പോൾ എത്ര നേരം ഇരുന്നാലും ഞാൻ ഇപ്രാവശ്യം ഇനി ഒന്നുകൂടെ അറ്റംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ ടയർ 2 മോക്കാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അതേ ഉള്ളൂ. ബ്രേക്ക് എടുക്കുന്ന ഒഴിവാക്കും. അങ്ങനെ ഓരോ കൊല്ലം കഴിഞ്ഞു ഈ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതെന്നെ കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ ഇതൊന്ന് നിർത്തി വേറെ എന്തെങ്കിലും നോക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഈ 2020 CGL ഇതുപോലെ ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഇല്ലായിരുന്നോ, അതിലൊരു സൈൻ ഇടാഞ്ഞിട്ട് ഒരു UFM അടിച്ച് എൻ്റെ ഒരു പേപ്പർ പോയിരുന്നു. എന്നെ 2-3 തവണ ഇപ്പൊ ഞാൻ SSCയുടെ മുമ്പിൽ തോറ്റുപോയ ഒരാളാണ്. അപ്പൊ എനിക്ക് ആ SSC എന്നെ തോപ്പിച്ചു. ഇനി ഒരു തവണ എനിക്കെങ്കിലും എനിക്ക് SSCയെ തോപ്പിക്കണം. മെസ്സേജ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ സെൽഫായിട്ട് പറ്റിക്കാതിരിക്കുക. നമ്മൾ പഠിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറയുകയാണ്. നമ്മൾ യൂട്യൂബ് ഇന്നത്തെ കാലത്ത് തന്നെ സോഷ്യൽ മീഡിയ, നേരത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയ ഒരുപാട് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഫാസിൽ അന്ന് പറഞ്ഞു മലയാളത്തിൽ കണ്ടന്റ് ഇല്ലായിരുന്നു തുടക്കത്തിൽ, പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചാനലുകളും ഒരുപാട് കണ്ടന്റുകൾ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഈ ഇതൊക്കെ മാനേജ് ചെയ്ത്? ഇപ്പോൾ നമുക്ക് എല്ലാം കാണാൻ നമുക്ക് പോസിബിൾ അല്ല. നമുക്കിതിൽ വേണ്ടത് ഏതാണ്, വേണ്ടാത്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടന്റ് മാനേജ് ചെയ്ത്? ഒരുപാട് റിസോഴ്സുകളുടെ ആവശ്യമുണ്ടോ, അതോ ലിമിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ 2-3 മതിയോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനം മതി. മീൻസ് ഒരാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരാളെ മാത്രം ഫോക്കസ് നല്ലത്. ഒരുപാട് ഇതിന്റെ ആവശ്യമില്ല. അതെ, വീണ്ടും തന്നെ വീണ്ടും കാണുമ്പോൾ നമുക്ക് തന്നെ മടുത്തു പോകും. മീൻസ് ഇതൊക്കെ എനിക്ക് അറിയാവുന്നല്ലേ എന്നുള്ളൊരു. ഇത് മാത്രമല്ല, ബുക്കൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ബുക്കുകൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടുണ്ടോ ഒന്നോ രണ്ടോ ബുക്ക് ഒരു ടോപ്പിക്കിന് വാങ്ങില്ല. അഭിഷേകൻ എങ്ങനെയായിരുന്നു സ്ട്രാറ്റജി? എനിക്ക് അങ്ങനെ തന്നെ ഏറ്റവും വളരെ ലിമിറ്റഡ്. നമുക്ക് ഇഷ്ടമുള്ളൊരു സാറ്, നമുക്ക് അതായത് ഓരോരുത്തർക്കും ഓരോ ആളെ ആയിരിക്കും ഫോളോ ചെയ്യാൻ പറ്റുക. ആ ഫോളോ ചെയ്യാൻ പറ്റുന്നവരെ നന്നായി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യുക. അത് മൾട്ടിപ്പിൾ ആയിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ബുക്കും കൂടെ അത് എന്തെങ്കിലും ഒരു നമുക്ക് ആ ഒരു ടോപ്പിക്ക് ഈ ഒരാളുടെ കണ്ടിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സ്വിച്ച് ചെയ്യാം. അതല്ലാതെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സുഖമായി. ഒരുപാട് എല്ലാം കിട്ടിയതെല്ലാം വായിക്കുമായിരുന്നു. ജിക്കൊക്കെ മെയിനായിട്ട് 1-2 ടോപ്പിക്ക് സോഴ്സ് നോക്കുക. അതിൽ ഞാൻ പർമാർ SSC മലയാളിയാണ് മെയിനായിട്ട് നോക്കിയിരുന്നത്. പിന്നെ മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ഗഗൻ പ്രതാപിൻ്റെ വീഡിയോസൊക്കെ കാണുമായിരുന്നു. അപ്പോൾ മൂപ്പര് ഇപ്പോൾ CDS അങ്ങനെ ഓരോ എക്സാംസൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ടോപ്പ് 50 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോസ് കിട്ടും. അതിൻ്റെ മെത്തേഡും അത്യാവശ്യം നല്ല മെത്തേഡായിരിക്കും. പിന്നെ അബ്ബാസ് സൈനിൻ്റെ വീഡിയോസും കാണാറുണ്ടായിരുന്നു. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമല്ലേ, ഒരുപാട് നോക്കാം. ഓ, പിന്നെ വേറെ നമ്മുടെ SSCൻ്റെ മാത്രമുള്ള പ്രത്യേകതയാണ് നട്ടപ്പാതിരൊക്കെ റിസൾട്ട് വരും അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ CGL റിസൾട്ട് വന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന് രാത്രി 12 മണിക്ക് കാണുന്ന റിസൾട്ട്. ആ ഒരു മൊമെന്റ് ഒന്ന് എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫാസിൽ ഒന്ന് പറഞ്ഞു എങ്ങനെയായിരുന്നു ആ ലാസ്റ്റ്? നമ്മള് പലപ്പോഴും എനിക്ക് വൈകുന്നേരം MTSന്റെ റിസൾട്ട് വന്നു, രാത്രി അപ്പൊ നമ്മൾ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല, കാരണം ഒരു ദിവസം റിസൾട്ട് ഒക്കെ അല്ലേ വരുള്ളൂ എക്സ്പെക്ട് ചെയ്ത് പല ആൾക്കാരും. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ പല ആൾക്കാർ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ ആ റിസൾട്ട് വന്ന മൊമെന്റ് എങ്ങനെയായിരുന്നു? വീട്ടിലായിരുന്നു അതോ? അല്ലല്ല, രാത്രി 12 മണിക്കെന്തോ അല്ലേ റിസൾട്ട് വന്നത്. എന്നെ നിഷാദ് വിളിച്ച് പറഞ്ഞതാണ് റിസൾട്ട്. ഉറങ്ങിയായിരുന്നോ? അല്ലല്ല, അന്ന് അവിടെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അന്ന് ആറ്റുകാൽപ്പം കാലയുടെ തലേ ദിവസമാണ്. ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങി എന്തൊക്കെയാണ് റിസൾട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇല്ല. അന്ന് തിരുവനന്തപുരത്ത് ഒരു ആഘോഷമാണ്. മീൻസ് ആറ്റുകാൽപ്പം കാലയുടെ അന്ന് തലേന്ന് ഫുൾ ആഘോഷമാണ്. അപ്പൊ ഫുൾ ഓണായിരിക്കും, സിറ്റി മൊത്തം ഓണം. അപ്പൊ ഞങ്ങളിങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ കറങ്ങും. ഇങ്ങനെ തിരിച്ച് വീട്ടിൽ കയറുമ്പോഴാണ് ഇപ്പം വിളിക്കുന്നത്. എന്ത് തോന്നി റിസൾട്ട് വന്നപ്പോ? ഭയങ്കര സന്തോഷം. മീൻസ് ഒരു 2 ഡിജിറ്റ് റാങ്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മീൻസ് അത് നമ്മുടെ മാർക്ക് വന്നതിന് ശേഷം കേട്ടോ, അതിന് മുന്നേ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. മാർക്ക് ഒരു ഐഡിയ കിട്ടുമായിരുന്നു. അപ്പൊ 2 ഡിജിറ്റ് റാങ്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു. പിന്നെ കിട്ടിയത് തന്നെ ഇപ്രാവശ്യം ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. വേറെ എന്തൊക്കെയോ കളി നടന്നിട്ട്. മീൻസ് കളി നടന്നില്ല, കുറെ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആക്കി, കുറെ ക്വസ്റ്റ്യൻസ്. റോസ് സ്കോർ 350. അതുകൊണ്ടാണ് അത്ര അഫക്ട് ചെയ്യാതിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മിഡിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്നു. ഒന്നെങ്കിൽ അഭിഷേക് എങ്ങനെയാണ് റിസൾട്ട് വന്ന മൊമെന്റ്? എങ്ങനെ റിസൾട്ട് വന്നതിനേക്കാളും വീട്ടിലായിരുന്നു അതോ ജോലി സ്ഥലത്തായിരുന്നു? ജോലി സ്ഥലത്തായിരുന്നു. അല്ല, എനിക്ക് റിസൾട്ട് വന്നതിനെക്കാട്ടിലും മാർക്ക് വന്നതാണ് ശരിക്കും ഒരു ഷോക്കായി പോയത്. കാര്യം മാർക്ക് ഇത്ര പെട്ടെന്ന് നമ്മള് എക്സാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ഷോക്കായി പോയി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും പെട്ടെന്ന് ഇവര് ഇത്. അപ്പൊ അത് അന്ന് ആ ഒരു മാർക്ക് വരുന്നതാണ് എനിക്ക് ഏറ്റവും
മീൻസ് അന്ന് അതാണല്ലോ ഡിസൈഡ് ചെയ്യാ നമുക്ക്. എപ്പോഴും നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് result റിസൾട്ട് വന്നതിനേക്കാൾ നമ്മള് അതെ ഈ മാർക്ക് വന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ധരിച്ചിരുന്നത്. നല്ല റിസൾട്ട് വന്ന് ഫാമിലിയോടൊക്കെ പറഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു റിയാക്ഷൻ ഒക്കെ? അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നേരത്തെ അവർ എക്സ്പെക്ട് ചെയ്തിരുന്നെങ്കിൽ രാവിലെ എണീച്ചപ്പോഴാണ് അറിഞ്ഞത്. രാത്രി കിടന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എണീച്ചപ്പോ കുറെ പേര് കൺഗ്രാചുലേഷൻസ് മെസ്സേജ് അയച്ചപ്പോഴാണ് എന്താന്ന് നോക്കി. രാത്രി ഒന്നും അറിഞ്ഞില്ല. രാത്രി ഒന്നും അറിഞ്ഞിട്ടില്ല. രാവിലെ ഒരു 5 മണിക്ക് അന്ന് എന്തോ ഒരു നേരത്തെ എണീറ്റു. 5 മണിയൊക്കെ ആയപ്പോ എണീച്ചപ്പോഴാണ് ഇങ്ങനെ എല്ലാവരും കൺഗ്രാചുലേഷൻ അയച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു? ഇല്ല, അപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ഓക്കെ, വൈഷ്ണവ് എന്തായാലും ഞാനും അറിഞ്ഞിട്ടുണ്ടായില്ല റിസൾട്ട് വന്നത്. ഞാൻ കിടന്നുറങ്ങിയായിരുന്നു നേരത്തെ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് മെസ്സേജ് കണ്ടു. ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കൺഗ്രാജുലേഷൻ. അപ്പോഴാണ് കണ്ടത്. പിന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. ഹാപ്പി. ഞാനും ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. നമ്മളെ മറ്റേ SSC മലയാളിയിലെ രാഹുല് കൺഗ്രാറ്റ്സ് പറഞ്ഞ മെസ്സേജ് അയച്ചപ്പോഴാണ് അപ്പോഴാണ് നോക്കിയത്. പിന്നെ വീട്ടിലൊക്കെ എല്ലാവരും ഉറങ്ങിയായിരുന്നു. നോമ്പായിരുന്നു. ഇല്ലല്ല, ഉണർത്തിയില്ല. രാവിലെ പറഞ്ഞു, രാവിലെ അങ്ങനെ സർപ്രൈസ് ആയിട്ട് എല്ലാവരും പഠിച്ചു. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ആ സർപ്രൈസ് എലമെന്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഓൾറെഡി ആ ഒരു മാർക്ക് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും എത്ര റാങ്ക് വരും എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഏത് പോസ്റ്റാണ് വീട്ടിലവർക്ക് PSC-നെ SSC-നെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. ജോലി കയറിയാലാണ് അവർക്ക് ഇതിപ്പോ റിസൾട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ 340 മാർക്ക് ഉണ്ട് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. അതായത് PSC അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ജോലി കിട്ടും. അതെ, അപ്പൊ ആ ഒരു 340 മാർക്ക് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അറിയില്ല. കാരണം അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവയർനെസ് അത്രയും കുറവാണ്. അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്ന് കാണുമ്പോഴേ നമുക്ക് അവർ പോസ്റ്റ് കൂടെ കാണുമ്പോഴേ നമുക്ക് കിട്ടിയെന്ന് അവർക്ക് ഒരു ഉറപ്പ് വരും അല്ലേ? ഓക്കെ. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ബ്രാസൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത് വെച്ചാൽ SSC മലയാളി ഇപ്പോൾ നമ്മൾ 2020 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേണിയിൽ SSC മലയാളി എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഏത് രീതിയിലാണ്? ഇപ്പോൾ നിങ്ങൾ പല ചാനലും ഫോളോ ചെയ്തിട്ടുണ്ടാവും, പല സ്ഥലത്തും വീഡിയോ കണ്ടിട്ടുണ്ടാവും, പല ബുക്കുകൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും, പല കോച്ചിങ് സെൻറ്ററിലായിരിക്കും. ഇപ്പോൾ ചില ആളുകൾ നമ്മുടെ SSC മലയാളി കോച്ചിങ് സെൻറ്ററിൽ തന്നെ പഠിക്കുന്ന ആളുകൾ. പക്ഷേ എങ്ങനെ SSC മലയാളി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ SSC മലയാളി പ്ലാറ്റ്ഫോം, ആ യൂട്യൂബ്, അല്ലെങ്കിൽ അതിന് ഓഫ്ലൈൻ ക്ലാസ്, ഓൺലൈൻ ക്ലാസ്, എങ്ങനെയാണത് നിബ്രാസിന് എങ്ങനെയാണ് എത്രത്തോളം എഫക്റ്റ് ആയിട്ട്? ഞാൻ അന്ന് CPOക്ക് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിയ ടൈമിൽ തന്നെ ഞാനിപ്പോൾ യൂട്യൂബ് ചാനലിലെ മറ്റേ GK-ൻ്റെ ഒക്കെ അത്യാവശ്യം എല്ലാ വീഡിയോസും കണ്ടായിരുന്നു. ഇംഗ്ലീഷും കണ്ടായിരുന്നു. പിന്നെ മാത്സിൻ്റെ ഒക്കെ ആണെങ്കിൽ മറ്റേ GSM-ൻ്റെ വീഡിയോ കണ്ടല്ലോ, 1-2 വട്ടം കണ്ടായിരുന്നു. പിന്നെ ടെലഗ്രാമിൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവർക്കും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ അതിലിടുക. അപ്പോൾ നല്ല ഫോളോ ചെയ്താൽ നല്ല ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ SSC മലയാളി ഓഫ്ലൈനിലേക്ക് വന്നപ്പോൾ എന്ത് മാറ്റം? പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല, സർജറി കഴിഞ്ഞാൽ ഞാൻ CPOക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ. അപ്പോൾ CPOൻ്റെ മെഡിക്കലി പാസ്സാവുന്നുള്ള ഡൗട്ട് ഉള്ളതുകൊണ്ട് അത്യാവശ്യം SSC മൊത്തം നിർത്തിയായിരുന്നു. പിന്നെ ഇവരെ ICG ഉണ്ട്, ഈ കരിയർ ഗൈഡൻസിൻ്റെ, അവരുടെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ ഒന്നും കൂടി CGL-ന് വേണ്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് SSC മലയാളി ഫസ്റ്റ് ഓഫ്ലൈൻ ബാച്ചും തുടങ്ങിയത്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം അവിടെ നിന്ന് കണ്ട് 1 കൊല്ലം 1.5 കൊല്ലം മൊത്തം SSC മലയാളി. എങ്ങനെ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ എങ്ങനെ? നല്ല ഇതായിരുന്നു. ഇപ്പോൾ നമ്മൾ മോക്ക് ആഴ്ചയിൽ മോക്ക് ചെയ്യല്ലോ. അത്യാവശ്യം മോക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ അന്ന്. അപ്പോൾ റാങ്ക് അന്ന് മാർക്കൊക്കെ കിട്ടിയിരുന്നത് 100-ൻ്റെ ഏകദേശം അറൗണ്ട് 100 ആയിരുന്നു. 200-ലൊക്കെ കിട്ടിയിരുന്നു. നല്ല തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ഇട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ക്ലാസ്സിലൊക്കെ 100 കിട്ടിയാൽ തന്നെ നല്ലൊരു സ്കോർ ആയിരുന്നു തോന്നുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് റാങ്ക് 100 ആയിരുന്നു ചില ടെസ്റ്റിൽ. വൈഷ്ണവിന് പോകുന്നു Tier 1 കഴിഞ്ഞാൽ Tier 2 അല്ല Tier 1 ഒരു ക്രാഷ് കോഴ്സിന്റെ സമയത്താണ് SSC മലയാളി. കാരണം ഓൾറെഡി ഒരു ബേസിക് നിങ്ങൾ ക്രാഷ് കോഴ്സിന് ഒരുമിച്ചായിരുന്നു. പക്ഷേ Tier 1-ന്റെ ക്രാഷ് കോഴ്സിന് എങ്ങനെയായിരുന്നു? ആ ഒരു ക്രാഷ് കോഴ്സിന് വന്നതിന് ശേഷം പിന്നെ ആ ഒരു പരീക്ഷ കഴിയുന്നവരെ എനിക്ക് തോന്നുന്നു ഫുൾ ടൈം SSC മലയാളിയിലുണ്ട്. രാവിലെ മുതൽ പോയി രാത്രി ചില സമയത്ത് കിടന്നുറങ്ങുന്നവരെ ചിലപ്പോൾ അവിടെ ലൈബ്രറിയിലായിരിക്കും. എങ്ങനെയായിരുന്നു ആ ഒരു ജേണിയൊക്കെ എങ്ങനെ കാണുന്നത്? എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു സർക്കിളും കാര്യങ്ങളും? നിങ്ങളുടെ ആ ഒരു പവർ ഗ്രൂപ്പ് ഒക്കെ എങ്ങനെ? ഗ്രൂപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പ്രിപ്പറേഷൻ സ്റ്റാർട്ടിങ് മുതലേ തന്നെ SSC ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ SSC മലയാളി എന്തായാലും അറിയും. കാരണം ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത്രക്ക് യൂസ്ഫുൾ ആണ് എല്ലാവർക്കും. പിന്നെ യൂട്യൂബിലെ ഷോർട്ട് കട്ട് വീഡിയോസ് ഒക്കെ ഭയങ്കര ഷിഫ്റ്റിംഗ് ആയിക്കോട്ടെ, മറ്റേ AB കോൺസ്റ്റന്റ് മെത്തേഡ്, ഏതായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഓഫ്ലൈനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ക്രാഷ് കോഴ്സിൽ ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഇംഗ്ലീഷ് വൊക്കാബൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്ത് തീർന്നിട്ടുണ്ട്. 2 പ്രാവശ്യം റിവൈസ് ചെയ്ത് ബ്ലാക്ക് ബുക്ക് മുഴുവൻ തീർത്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ GK-യും ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ ഞങ്ങൾ ആ പവർ ഗ്രൂപ്പിന്റെ കോൺട്രിബ്യൂഷൻ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഡെയിലി GK ഒന്നിച്ചിരുന്ന് പഠിക്കുക, ഒരാൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഓരോരുത്തരായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആൻസർ പറയുക, അതിനെ പറ്റിയിട്ടുള്ള വേറെ ഫാക്ട്സ് പറയുക,
അപ്പൊ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു അല്ലേ, ഒരാൾക്ക് ഇതിനെ പറ്റി അറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന, അപ്പൊ അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അഭിഷേകിന് എന്ത്? എനിക്ക് ഞാൻ ഒരു SC മലയാളി തുടങ്ങിയപ്പോൾ 2020 മുതൽ SC മലയാളി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ചെറിയ ചെറിയ വീഡിയോസാണ് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത്. ഈവൻ GK-യുടെ ആണെങ്കിലും ഒരു കംപ്ലീറ്റ് GK എന്നൊക്കെ പറഞ്ഞൊരു ഓരോ ടോപ്പിക്ക് 1 hour 2 hourന്റെ റിവിഷൻ പോലത്തെ. പക്ഷെ അതൊക്കെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ട്രിക്സിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് CHSL ഫസ്റ്റ് കിട്ടിയത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ആ ഒരു ട്രിക്സിൻ്റെ വീഡിയോസ് ഞാൻ അവസാന നിമിഷം അത് കണ്ടത് കൊണ്ടാണെന്നാണ്. അപ്പം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെലഗ്രാം ഗ്രൂപ്പ് എവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ക്വസ്റ്റ്യൻസ് ശരിക്കും പല ദിവസവും ഒരു ദിവസം അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്ത് തീർക്കാൻ തന്നെ ചിലപ്പോൾ പറ്റൂല, അത്രയും ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഞാൻ ചില ദിവസം വിചാരിക്കലുണ്ട് ഈ ഒരു SC മലയാളി വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ തന്നെ ചിലപ്പോൾ സെലക്ഷൻ കിട്ടും. അത്രയധികം നല്ല ക്വസ്റ്റ്യൻസ് അതിനകത്ത് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ മാത്രം. ബുക്ക് നോക്കി പഠിക്കുന്ന നല്ലത്. ഈ ചിലപ്പോൾ ഗ്രൂപ്പ് നോക്കുമ്പോൾ അതിലെ ക്വസ്റ്റ്യനും അതിന്റെ സൊല്യൂഷൻ നല്ല ബെസ്റ്റ് സൊല്യൂഷൻ കുട്ടികളെല്ലാവരും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ GK ഞാൻ ഓൾറെഡി എൻ്റെ ഒരു റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യ മാഡത്തിന്റെ GK ബയോളജി ഭയങ്കര സൂപ്പർ ക്ലാസ് ആണ്. അതുപോലെ തന്നെ PDF നല്ലൊരു മെറ്റീരിയലാണ്. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണത്. ഇപ്പൊ MTS ആയിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെ ടോട്ടലി അങ്ങനെയാണ് SC മലയാളി ഹെൽപ്പ് ചെയ്തത്. എനിക്ക് യൂട്യൂബ് വീഡിയോസ് റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഇട്ട മാത്സ് വീഡിയോസ്, എൻ്റെ കൺസെപ്റ്റ് ഞാൻ 2 കൊല്ലം ബ്രേക്ക് എടുത്തിട്ടാണല്ലോ പിന്നെ എക്സാം എഴുതുന്നത്. ആൾമോസ്റ്റ് കൺസെപ്റ്റ് എല്ലാം ക്ലിയർ അല്ലാത്തതെല്ലാം ഞാൻ പിന്നെ ICSE മലയാളിയുടെ വീഡിയോസ് നോക്കിയിട്ടാണ് ഞാൻ കൺസെപ്റ്റ് നമുക്കറിയാം, മീൻസ് ഒന്നുകൂടെ ഡെവലപ്പ് ആക്കിയതെല്ലാം യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടാണ്. അതുപോലെ 2000 ടെലഗ്രാം ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു 2019 എന്തോ തുടങ്ങിയതാ. അന്ന് മുതലേ ഉണ്ട്. അന്ന് നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കൺസെപ്റ്റ് അറിയാത്ത, അതിൽ ഇട്ട് കൊടുത്ത അപ്പം വരും ആൻസർ, അപ്പം വരും. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഈ നമ്മൾ ഇടുന്ന കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇതില് ആദ്യം ആര് അതെ, അവരൊക്കെ ഇപ്പോ നല്ല ഒരുപാട് ഇതിന് മുന്നത്തെ CGL-ഒക്കെ ക്ലിയർ ചെയ്ത് പോയവരാണ്. ഈ എക്സാം അല്ല ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്ത് തുടങ്ങിയപ്പോഴുള്ള ബാച്ച് അല്ല, പിന്നെ 21, 22 അങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇപ്പൊ പുതിയ ആളുകളാണ്, അവര് മാറി അടുത്ത പോലെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നൈസ് ആയിരുന്നു. പിന്നെ റീസണിങ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും എല്ലാം റീസണിങ്ങിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ തോന്നും. മീൻസ് റീസണിങ് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട്, പക്ഷെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. മീൻസ് ചിലപ്പോൾ എത്ര നേരം ഇരുന്നാലും ഇപ്പോൾ ഒരു എക്സാമിന് പോയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇരിക്കാൻ സമയവും ഉണ്ടാവില്ല, ഭയങ്കര പ്രഷറും ആയിരിക്കും. അപ്പോൾ ഈ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ട് കൊടുത്ത് അപ്പോൾ സോൾവ് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് SC മലയാളി നിങ്ങളെ ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഒരു പ്രിപ്പറേഷൻ നിങ്ങളെല്ലാവരും നല്ലൊരു റാങ്ക് കൂടി അച്ചീവ് ചെയ്ത ആളുകളാണ്. നിങ്ങൾ വരുത്തിയ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും അല്ലേ? എങ്ങനെയൊക്കെ ആയാലും നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്കുകൾ നിങ്ങളിതിൽ വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്രാവശ്യം റാങ്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റിയില്ല, അടുത്ത കൊല്ലം ഒരു അറ്റംപ്റ്റും കൂടെ കൊടുക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഓൾറെഡി ഉള്ള പ്രിപ്പറേഷൻ ഒരു മാറ്റം? അല്ലെങ്കിൽ അന്ന് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ നോക്കായിരുന്നു, ആ ഒരു മാറ്റം വാസിൽ എങ്ങനെയായിരുന്നു? എന്താ മാറ്റം? ഞാനാണെങ്കിൽ മീൻസ് ഞാൻ പ്രിലിംസിന്റെ മോക്ക് പ്രിലിംസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ടയർ 2ന്റെ മോക്ക് എടുക്കാൻ തുടങ്ങിയത്. ഞാൻ ഇപ്രാവശ്യം ഇനി ഒന്നുകൂടെ അറ്റംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ ടയർ 2ന്റെ മോക്കാണ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. അതേ ഉള്ളൂ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്, അതേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഗ്യാപ്പ് എടുക്കാതിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഇറങ്ങിയ പിന്നെ അതിൽ തന്നെ ഫുൾ ആയിട്ട് നിൽക്കണം. ഗ്യാപ്പ് അങ്ങനെ ഓരോ കൊല്ലം കഴിഞ്ഞ് പോകും. ഇറങ്ങിയ പിന്നെ മുഴുവനായിട്ട് ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. വൈഷ്ണവൻ എന്താണ് ഒരു പ്രിപ്പറേഷനിൽ മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നിയ ഒരു കാര്യം? എന്താ? ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അവസരം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ GK-യിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം. അങ്ങനെ. അഭിഷേകിനോ? ഞാൻ ടയർ 1ന്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റിനൊക്കെ, അപ്പോൾ ആ സമയത്ത് കുറച്ച് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കട്ട് ഓഫ് കയറി എന്ന് പറഞ്ഞാലേ? അതെ, ടയർ 1 എന്തായാലും ഞാൻ ക്ലിയർ ആയി. അതായത് മോക്കൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ആദ്യമേ നല്ല സ്കോർ വന്നപ്പോഴത്തേക്ക് ടയർ 1 ഞാൻ എന്തായാലും കയറും, ബാക്കി നമുക്ക് ടയർ 2 നോക്കാം എന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അതിൽ എങ്ങാനും അതൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആ ഒരു റിസ്ക് ഇനി നെക്സ്റ്റ് ടൈം അതെന്തായാലും എടുക്കില്ല. എത്ര അറ്റംപ്റ്റ് എത്ര കൊടുക്കാറുണ്ട് എല്ലാവരും മോക്ക് ടെസ്റ്റിന്, പ്രിലിംസിന്റെ മോക്ക് ടെസ്റ്റിന്? ഒരു 100-ൽ ഞാൻ 90ന്റെ എടുത്ത് കൊടുക്കാറ്. 100-ൽ 90+, ചിലപ്പോൾ 90+, 97
പ്ലസ് കൊടുക്കും. 90 അപ്പൊ 90+ അറ്റംപ്റ്റ് വേണം എന്നാ അതെ അതെ 95+ വേണം എന്നാണ്. വേണം. കാരണം പല കുട്ടികളും അറിയുന്ന വെറും 70-75 മാത്രം എഴുതി പോരും. അവര് എല്ലാം ശരിയാക്കിയ പോലും 150 മാർക്കാ. ജിക്ക് അറിയുന്ന എല്ലാം അറിയുന്ന ആരും ഉണ്ടാവില്ല. Means എല്ലാം ഗസ് അടിച്ച് എങ്ങനെയൊക്കെയോ ടയർ 1 എക്സാമിൽ അറ്റംപ്റ്റ് എന്തായാലും കൂട്ടിയാ പറ്റും. 90+ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ഓക്കെ. പിന്നെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതെന്നെ കൊണ്ട് പറ്റൂല അല്ലെങ്കിൽ ഇതൊന്ന് നിർത്തി വേറെ എന്തെങ്കിലും നോക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ SSC പറ്റ നിർത്തിയായിരുന്നു, പിന്നെ വീണ്ടും തുടങ്ങിയതാണ്. ആ ഒരു മെഡിക്കൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടല്ലേ അങ്ങനെ വീണ്ടും രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വേറെ എന്തെങ്കിലും ഫാക്ടർ കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? നിർത്തണമെന്നൊന്നും തോന്നിയിട്ടില്ല. അതെ നിർത്തണം തോന്നിയില്ല എനിക്ക്. 2020 CGL ഇതുപോലെ ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഇല്ലായിരുന്നോ, അതിലൊരു സൈൻ ഇടാഞ്ഞിട്ട് ഒരു UFM അടിച്ച് എൻ്റെ ഒരു പേപ്പർ പോയിരുന്നു. അപ്പൊ അത് ജോലി കിട്ടുമെന്ന് ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു റിസൾട്ട് വന്നപ്പോ മീൻസ് ആ ഒരു ലിസ്റ്റിൽ എൻ്റെ പേരില്ല. ഞാൻ പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കും എൻ്റെ പേരുണ്ടാവുന്നു. അപ്പൊ അതില് പേരില്ലാത്തപ്പോ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ഇതിപ്പോ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. അങ്ങനെ ആ ഒരു സ്റ്റേജ് ഓവർകം ചെയ്തത് പിന്നെ അങ്ങനെ ഒരു 2-3 ദിവസം നിഷാദിനൊക്കെ വിളിച്ച് നിഷാദ് കുറെ കൺവിൻസ് ചെയ്തു. നിഷാദ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നിഷാദ് എന്റെ പ്രിപ്പറേഷനിൽ ഭയങ്കര കൂടെ പഠിച്ചുകൊണ്ട് നിഷാദും എൻ്റെ ഒപ്പം CGL പ്രിപ്പയർ ചെയ്തിരുന്നു അന്ന്. അപ്പൊ ഞാൻ ഡിപ്രസ്ഡ് ആയി ഇരിക്കുന്ന സമയത്ത് നിഷാദിനെ വിളിക്കും. നിഷാദ് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ്. ഈ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്തല്ലായിരുന്നു, ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടില്ല പറഞ്ഞത്, പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഡേ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്? ചില ആൾക്കാർ രാത്രി ഇരുന്ന് പഠിക്കുന്ന ആളുകളുണ്ടാവും, ചില ആൾക്കാർ രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്നത്. എങ്ങനെയായിരുന്നു ഒരു ഡേ? എങ്ങനെയായിരുന്നു ശരിക്കും വൈഷ്ണവ് എങ്ങനെയായിരുന്നു ഒരു ഡേ? എങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്ത് ശരിക്കും? കാരണം നമ്മളൊരു സീരിയസ് ആയിട്ട് എക്സാമിലേക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. തീരെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. രാവിലെ തോന്നുമ്പോൾ എഴുന്നേൽക്കുക, മോക്കെടുക്കുക, ഉച്ചക്ക് ഭക്ഷണം കഴിക്കുക, വീണ്ടും മോക്കെടുക്കുക. അവർ പ്ലാനിങ് ഉണ്ടായിരുന്നു. രാത്രിയായിരുന്നു കുറച്ചുകൂടെ ഞാൻ കംഫർട്ടബിൾ ഇരിക്കാം. ഒന്നാമത് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ റീഡിംഗ് റൂമിൽ വേറെ ആൾക്കാരൊന്നും ഒരുപാട് ശല്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുക. രാത്രിയാണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം അല്ലേ? പിന്നെ ടോപ്പിക് എങ്ങനെ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് തീർക്കായിരുന്നു അതോ റാൻഡം? യാതൊരു ഷെഡ്യൂളും ഉണ്ടായിട്ടില്ല. പിന്നെ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് ക്വിസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യും. ക്വിസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു. അത് GK ആയിക്കോട്ടെ വൊക്കാബ് ആയിക്കോട്ടെ, അതിനുവേണ്ടി കുറച്ച് ടൈം മാറ്റി. ബാക്കി ടൈമൊക്കെ മോക്ക് തന്നെയാണ്. അഭിഷേക് എങ്ങനെയായിരുന്നു ഡേ സ്റ്റാർട്ടിങ് പ്രിപ്പറേഷൻ സ്റ്റാർട്ടിങ് സമയത്ത്? എനിക്ക് നേരത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയത് അതാണ്. ചിലർക്ക് ഇപ്പം വൈഷ്ണവിനെയൊക്കെ ചിലപ്പോൾ ഈ ഒരു നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാതെ തന്നെ ചിലപ്പോൾ പറ്റുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ അന്ന് കിടന്നുറങ്ങിക്കളയും. പ്ലാൻ ചെയ്ത ഞാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഇന്ന് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചെയ്യണമെന്നെങ്കിലും വിചാരിക്കും. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കളഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഇത്തവണ കുറെ കൂടെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഒരു മാസത്തെ 2 മാസത്തേക്ക് പ്ലാൻ ഇട്ടിട്ട് അത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് എവിടെയെങ്കിലും ലാഗ് ആവുകയാണെങ്കിൽ നമുക്ക് അപ്പം ഫീൽ ആവും. 1-2 ദിവസം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് പഠിക്കാതെയൊക്കെ വരും. അപ്പം നമുക്ക് മനസ്സിലാവും ഇത്രയും ലാഗായി, ഇനിയിപ്പോൾ മീൻസ് ഇത് ചെയ്തേ പറ്റുള്ളൂ, കൂടുതൽ ഇതായിട്ട് പഠിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പം ഞാൻ ഇത്തവണ എല്ലാം ഓരോ ദിവസവും പ്ലാൻ ചെയ്യലുണ്ടായിരുന്നു, മാസത്തേക്കും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു പ്ലാൻ ഇല്ലാതെ പോകാന്ന് പറയുന്നത്. ഇതാണ് നമ്മളിപ്പോൾ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. എല്ലാവരും ഡിഫറെന്റ് ആളുകളാണ്. കാരണം ഒരാളുടെ സ്ട്രാറ്റജി ഒരിക്കലും നമ്മൾ അതുപോലെ ഇപ്പൊ വൈഷ്ണവ് പ്ലാനിങ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടായിരുന്നു. ഒരാഴ്ച മീൻസ് ഇനിയിപ്പോ നാളെ എന്ത് പഠിക്കണം എന്നുള്ളത് എനിക്ക് തലേന്ന് കിടക്കാൻ പോകുന്നതിന് മുന്നേ എനിക്ക് പ്ലാനിങ് ഉണ്ട്. അത് പോകും. രാവിലെ തന്നെ എന്റെ ഒരു മോർണിംഗ് ഷെഡ്യൂൾ സ്റ്റാർട്ടിങ് ചെയ്യണില്ല കേട്ടോ. മീൻസ് ഇപ്പത്തെ ഇതല്ല, തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങില് തുടക്കം ഒരു 6 മണിക്ക് ഞാൻ പഠിക്കാനിരിക്കുമായിരുന്നു. എനിക്ക് രാത്രി പറ്റില്ല. രാത്രി 10:30 കഴിഞ്ഞാൽ എന്റെ ലൈറ്റ് പോകും. 10:30 എന്റെ കിളിവാകും. അപ്പൊ രാവിലെ 6 മണിക്ക് ഞാൻ ഒരു ജസ്റ്റ് ഷെഡ്യൂൾ വെച്ചിട്ട് രാവിലെ 6 മണിക്ക് വൊക്കാബ്സ് ആയിരുന്നു രാവിലെ. ഞാൻ മോർണിംഗ് ആ ഒരു ഇതിൽ വൊക്കാബ്സ്, ഇംഗ്ലീഷ് വൊക്കാബ്സ്, അതുപോലെ GK, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ആ ഒരു 9-10 മണി വരെ അതിമലായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒന്നെങ്കിൽ മോക്കെടുക്കും, അല്ലെങ്കിൽ മാത്സ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ചെയ്യും. അങ്ങനെ ഓരോ ദിവസം പെർഫെക്റ്റ് പ്ലാനിങ്ങിലൂടെ ആയിരുന്നു ഞാൻ അന്ന് പഠിച്ചിരുന്നത്. തോന്നിയ മാതിരി. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആരും എന്താ പറയുക ഡിഫറെന്റ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കണം. ചില ആൾക്ക് ചിലപ്പോൾ ഒരു അഭിഷേക് പറഞ്ഞ പോലെ ഒരു പ്ലാനിംഗ് ഇല്ല, ചിലപ്പോൾ വ്യത്യാസം കയറി കിടന്നുറങ്ങി, അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചിരിക്കും. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും ഒരു ചെറിയൊരു പ്ലാനിങ്, ഇപ്പൊ അഭിഷേക് പറഞ്ഞ അത്ര ഒരു പ്ലാനിങ് ഇല്ല, എന്നാൽ വൈഷ്ണവിനെ പോലെ പ്ലാനിങ് ഇല്ലാതെ ആയിരുന്നില്ല. ചെറിയൊരു പ്ലാനിങ് കുറച്ചൊരു സമയമൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സമയം ഇന്ന സമയം ചെയ്യും. പക്ഷെ ഒരിക്കലും 100% ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഒരു 80-90% അത് ചെയ്യുമ്പോൾ
നമ്മൾ കിടന്നുറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ പഠിച്ചൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ദിവസം പഠിച്ചിട്ടില്ലെങ്കിൽ അന്നൊരു വിഷമം ഭയങ്കര വിഷമമാണ്, ഒരു ദിവസമൊക്കെ മിസ്സായി പോകും. അന്ന് PSCക്ക് നോക്കിയെന്ന് പ്ലാനിങ് ആയി, SIന്റെ മെയിൻസിന് വേണ്ടിയിട്ട് ഒരു മാസം ഉള്ളായിരുന്നു. അപ്പോൾ കറക്റ്റ് പ്ലാനിങ് ആയി കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ ആ ഒരു സമയത്തുണ്ടായിരുന്നു അല്ലേ? ടൈം കുറച്ചുള്ളൂ എന്ന് വെച്ചാൽ പ്ലാനിങ് ആയി പഠിക്കണം. പിന്നെ ഈ പ്രിപ്പറേഷൻ ഒരു കാര്യം കൂടെ പറയാനുള്ള, ഇപ്പം ഈ ചിലര് പ്ലാൻ ഇടുമല്ലോ, പ്ലാൻ ഇടുന്ന സമയത്ത് നമ്മള് സബ്ദരൊക്കെ പറഞ്ഞ കണക്ക് തന്നെ ഈ 80% അല്ലെ ഒരു 80-90% ഫോളോ ചെയ്യാൻ പറ്റിയാൽ തന്നെ സൂപ്പറാണ്. നമ്മള് 100% ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിലും അർത്ഥമില്ല. ചിലപ്പോൾ അങ്ങനെ വിഷമിച്ച് ഡൗൺ ആയിട്ടിരിക്കുന്നതിലും അർത്ഥമില്ല. നമ്മളൊരു പ്ലാൻ ഇടുക, അതിൽ മാക്സിമം 100% കൊടുക്കുക. പക്ഷെ എന്നാലും നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഇത് വരും. അതുകൊണ്ട് 80-90% ഫോളോ ചെയ്താലും നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താൻ പറ്റും. പിന്നെ പ്ലാൻ ഇടുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിവിടെ തീർക്കാൻ പറ്റുന്ന പ്ലാൻ ചില ആൾക്കാർ ഒരു ദിവസം തന്നെ ഒരു ചെറിയൊരു ടൈം പോലും കൊടുക്കാതെ ഫുള്ള് തീർക്കാൻ പറ്റാത്ത ആളുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കൂട്ടി പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകും. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് നിങ്ങളുടെ കോമൺ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്ത് എന്തെങ്കിലും യുണീക്ക് വേ, അതായത് ബാക്കിയുള്ളവരിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ, ചിലപ്പോൾ ചില ആൾക്ക് ചില കുട്ടികൾക്ക് ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആകും. അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ കോമഡി ആയിരിക്കും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ കുട്ടികളൊക്കെ പറയുന്നതാണ്. ഞാൻ ഡീമോട്ടിവേറ്റ് ആയി നിൽക്കുന്ന സമയത്ത് മോട്ടിവേറ്റ് ആകുന്നില്ല, ഞാൻ ഈ KGF പാട്ടൊക്കെ ഇട്ടിട്ട്, അതായത് നല്ലൊരു ഗൂസ് ബമ്പ് തരുന്ന പാട്ടുകൾ, അങ്ങനെ സിനിമയിലെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇയർഫോണിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ഒരു GST ഇൻസ്പെക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സ് ആയിട്ട് ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ നടന്നു വരും. അതൊരു നല്ലൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വേറൊരു കാര്യം, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ വരാനോ അല്ലെങ്കിൽ പഠിക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടേതായ ഒരു സെൽഫ് യുണീക്ക് വേ ഓഫ് സ്റ്റഡിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? അഭിഷേക് എന്താ യുണീക്ക്? അങ്ങനെ ഒരു യുണീക്ക് വേയേക്കാളും എനിക്ക് എന്നെ 2-3 തവണ ഇപ്പോൾ ഞാൻ SSCയുടെ മുമ്പിൽ തോറ്റുപോയ ഒരാളാണ്. അപ്പൊ എനിക്ക് ആ SSC എന്നെ തോപ്പിച്ചു. ഇനി ഒരു തവണ എനിക്കെങ്കിലും എനിക്ക് SSCയെ തോപ്പിക്കണം, ആ ഒരു ആഗ്രഹം ഞാൻ എപ്പോഴും, ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഡൗൺ ആയിരിക്കുമ്പോൾ എനിക്ക് അതാണ്, അത് നഷ്ടപ്പെടാതെ എനിക്ക് ഒരു തവണയെങ്കിലും ജയിച്ച് കാണണം എന്നുള്ളൊരു ആഗ്രഹം. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് എനിക്ക് മോട്ടിവേഷൻ കിട്ടിയത്. ജയിക്കണം എന്നുള്ള ഒരു സ്പിരിറ്റ്. SSC ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ലേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അതുപോലെ കുറച്ച് 2 കൊല്ലമൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ എക്സാം കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കും, അയ്യോ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു മുന്നോട്ടൊരു ഇതുണ്ടാവുമല്ലോ. ഇനി വേറെ ഓപ്ഷൻ ഇല്ല. മീൻസ് എൻ്റെ ഒരു ഡ്രീമായിരുന്നു പുറത്ത് പോകുന്നൊരു, അത് പോയി. പിന്നെ ഒരു എക്സാം ഞാൻ സ്വന്തം ആയിട്ട് എടുത്തതാണ്, എക്സാം എഴുതി SSC എടുത്ത്. ഇതിന് ഞാൻ തോറ്റുപോയാൽ എന്നെ കൂടെ ഒന്നിനും പറ്റൂല എന്നുള്ളൊരു കൊള്ളാത്തവനാന്നുള്ളൊരു ആ ഒരു മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും വെക്കും. അപ്പൊ പിന്നെയും പഠിക്കും, എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു. അതൊരു നല്ലൊരു ഇതാന്ന് തോന്നുന്നു. കാരണം അത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ, കാരണം നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാം അതിൽ നല്ലൊരു ചോയ്സ് ആണ്. തെളിയിക്കണം. ബാക്കിയുള്ളവർ മുമ്പിലായാലും റിലേറ്റീവ്സിന്റെ, ഫാമിലിന്റെ, ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പിൽ നമ്മളൊരു ജോലി കിട്ടിയത് പോകുമ്പോൾ, ഇപ്പൊ ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സിലെ ഏറ്റവും അവസാനം, എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും അവസാനം ഡിഗ്രി എടുത്ത ആളാണ് ഞാൻ. ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തോ നമ്മൾ അത്ര മോശമല്ല. കാരണം നമുക്ക് ആ ഒരു സമയത്ത് ഒരു കോംപ്ലക്സ് ആണല്ലോ, എല്ലാവരും പഠിച്ച് ജോലി കയറി പോകുന്നു, എല്ലാവരും ജോലി കയറി, നമ്മൾ കുറച്ച് ബാക്കിൽ നിൽക്കുന്നു. പക്ഷെ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നല്ലൊരു റാങ്കിൽ കയറിയപ്പോൾ നമുക്ക് അതൊരു. അപ്പൊ അതുപോലെ വൈഷ്ണവിന് എന്തെങ്കിലുമൊക്കെ യൂണീക്ക് വേ ഓഫ് സ്റ്റഡിയും കാര്യങ്ങളുണ്ട്? യൂണീക്ക് വേ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആയിട്ട് നോക്കുക. കാരണം ചില ഹിന്ദി ഗ്രൂപ്പിലൊക്കെ ഈ ഞങ്ങൾ ഈ ഒലീവിന്റെ ഒക്കെ ലൈവ് ഉണ്ടാകുമല്ലോ, ഇതിന്റെ സ്കോർ ഞങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ലിസ്റ്റ് ഇടും, റാങ്ക് ലിസ്റ്റ് ഇടും അവരുടേതായ. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അതിൽ ഓരോ വീക്ക് ആകുമ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ചില പേരൊക്കെ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും, അടുത്ത് ഇയാളെ കടത്തണം. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അത് നല്ലൊരു സംഭവം തന്നെയാണ്. നല്ലതാണ്. റൂംമേറ്റുമായിട്ട് ഇതേവരെ വെക്കും, 2 പേര് വരെ മോക്ക് കൊടുക്കും, ആരാണ് എടുക്കുന്നത്. അല്ല, അത് നല്ലൊരു പരിപാടി. കാരണം ഞാൻ പ്രിപ്പയർ സമയത്തായാലും ഞങ്ങളെ ഗ്രൂപ്പിൽ 6 പേരുണ്ടായിരുന്നു. ഈ 6 പേര് ഞങ്ങളൊരു ടീമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതുപോലെ മോക്ക് ടെസ്റ്റ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടുന്നു. അപ്പൊ ഞങ്ങൾ ഒരാളെ അങ്ങോട്ട് തോൽപ്പിക്കണം. അടുത്ത ഒരു പരീക്ഷയ്ക്ക് നമ്മൾ ബാക്കിലായി പോകും, അടുത്ത പരീക്ഷയ്ക്ക് ആളെ തോൽപ്പിക്കണം. പക്ഷെ നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് ദേശീയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഈ 6 പേരും ഇന്ന് ജോലി കിട്ടിയ ആളുകളാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ആ കൂട്ടത്തിൽ 6 പേരും, 4 പേര് GST ഇൻസ്പെക്ടറാണ്, ഒരാൾ AA ആണ്, കൂടുതൽ റിസൈൻ ചെയ്തതെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഈ 5 പേര് ഇപ്പോഴും ജോലി നിൽക്കുന്നത്. അപ്പൊ അതൊരു നല്ലൊരു ഇതാണ്. കാരണം ഹെൽത്തി കോമ്പറ്റീഷൻ, കൂടുതലുള്ള ആളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ അയാൾ നമ്മളെ തോൽപ്പിക്കാനും നോക്കും, നമ്മൾ ഇമ്പ്രൂവ് ആവുകയേ ചെയ്യുള്ളൂ. ഒരിക്കലും അയാളെ നമ്മൾ ഒരിക്കലും താത്തി കെട്ടാനും നല്ലത്, വാശി ഉണ്ടാക്കുന്ന നല്ലത് തന്നെയാണ്. നിബ്രാസിന് എന്ത് തോന്നുന്നു? എന്തെങ്കിലും യൂണീക്ക് വേ ഉണ്ടോ? മെയിനായിട്ട് ടെൻഷൻ ഇല്ലാതെ റിലാക്സ് ആയിട്ട് പഠിക്കുക. പിന്നെ മാത്സ് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ കേട്ടിട്ട് ചെയ്ത് നോക്കാറുണ്ട്. പാട്ട് കേട്ട് പ്രോബ്ലം ചില ആൾക്കാർ അങ്ങനെ കേട്ടില്ലേ. പിന്നെ കുറെ ആൾക്കാർക്ക് എക്സാം ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ മോക്ക് ചെയ്യുമ്പോൾ മാർക്ക് ഉണ്ടാവും. പക്ഷെ എക്സാം ഹാളിൽ പോയാൽ ടെൻഷൻ അടിച്ചാണ്ട് ആ ടൈം കൊണ്ട് പോകും. അപ്പോൾ എനിക്ക് എക്സാം ഹാളിൽ എക്സാം ചെയ്യുമ്പോഴും ഇവിടെ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴും ഒരേ
ഇതന്നെ റിലാക്സ് ആയി കണ്ടില്ല, ടെൻഷൻ ഉണ്ടാവില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെങ്ങനെയാണല്ലേ, അതൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ റിയൽ എക്സാം മോക്ക് ടെസ്റ്റ് ചെയ്താൽ നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് എഴുതുന്നു, ഇപ്പോൾ മാർക്ക് കുറഞ്ഞു പോയാലും നമുക്ക് പ്രശ്നമില്ല, കൂടിയാൽ നമുക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ശരിക്കുള്ള ഒരു എക്സാമിലോട്ട് വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ നേരത്തെ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പേ എക്സാം ഹാളിൽ കയറുന്നു. ആ ഒരു പ്രഷറൊക്കെ എങ്ങനെയാണ് അഭിഷേക്, എങ്ങനെയായിരുന്നു ആ ഒരു പ്രഷറൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്? ഞാൻ കൂടുതൽ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ കുറെ കൂടെ റിലാക്സ് ചെയ്യാൻ നോക്കും. ഞാൻ പല എക്സാം ഹാളിലും പോയി ആദ്യം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അത് നല്ലൊരു ഐഡിയ എനിക്ക് തോന്നുന്നു. കാരണം വേറെ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നതിനേക്കാൾ നല്ല കിടന്നു ഒന്ന് റിലാക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ പറ്റും. അപ്പൊ എനിക്ക് അങ്ങനെ ആദ്യം ഒന്ന് റിലാക്സ് ആവുക എന്നുള്ളത് തന്നെയാണ് എക്സാം ഹാളിൽ കയറുമ്പോൾ. പരീക്ഷ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു പോക്കാണ്, പിന്നെ നമ്മള് സമയമില്ല. എക്സാം കഴിഞ്ഞ് നമ്മൾ അറിയുള്ളൂ. വാസിൽ എങ്ങനെയായിരുന്നു? എനിക്ക് അങ്ങനെ ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ എക്സാം എഴുതിയത് ശീലമായപ്പോ പിന്നെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂളാവുമല്ലോ. ഒരു ജോലി കിട്ടിയാൽ പിന്നെ നമുക്ക് കൂളാണ്. പിന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം CGL 24 ടയർ 2 എഴുതാൻ തിരുവനന്തപുരത്താണ് ഞാൻ എഴുതിയിരുന്നത്. ആൾമോസ്റ്റ് അധിക പേരും ജോലി കിട്ടിയവരാണ്. മീൻസ് ഞങ്ങളുടെ ഓഫീസിൽ തന്നെയുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. പരീക്ഷ അതെ, ഇൻവിജിലേറ്ററൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നവരെ ഹിന്ദിയിലായിരുന്നു, ഫുൾ ഹിന്ദിക്കാരായിരുന്നു. അങ്ങനെ. ഓക്കെ, വൈഷ്ണവ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു എക്സാം? പ്രഷർ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. പുറത്തുനിന്നൊക്കെ അത്യാവശ്യം എക്സാമിന്റെ പുറത്തൊക്കെ അത്യാവശ്യം ഉണ്ടാവും. കാരണം ചില സാധനങ്ങളൊന്നും നോക്കിയില്ലല്ലോ എന്നൊക്കെ ഉള്ളത് തോന്നുന്നുണ്ടോ. പക്ഷെ എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കൂളായിരുന്നു. വൈഷ്ണവ് എനിക്ക് ഒന്ന് കുറച്ച് കൂളാകുന്നു. അങ്ങനെ നിബ്രാസോ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ടെൻഷന് അങ്ങനെ എക്സാം ഹാളിൽ എനിക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ ആ പ്രശ്നം വരാറുള്ളൂ. എക്സാമിന് ടെസ്റ്റിനും എക്സാമിനും അങ്ങനത്തെ പ്രശ്നം വരാം. പിന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോയി വരിക, വെള്ളം കുടിക്കുക, വിഷയമല്ല. പിന്നെ ഈ ഒരു SSC ഞാൻ പറഞ്ഞു, നമ്മൾ പല കുട്ടികളും നമ്മുടെ കേരളത്തിൽ ഇറങ്ങാൻ മടിക്കുന്ന ഒരു ഫീൽഡാണ്. ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കാം, ഇനി അറിഞ്ഞാൽ തന്നെ പല കുട്ടികളുടെയും തെറ്റിദ്ധാരണ ആയിരിക്കും. അതിൽ ഇന്റർവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട്, UPSC പോലെ എന്നൊക്കെ ഒരു തോന്നലുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കറിയാം അതൊന്നുമില്ല. Tier 1 Tier 2 ഒരു 2 പേപ്പർ, അതിൽ Tier 2ന്റെ മാർക്ക്, അതായത് ഒരു PSC പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെയാണ് SSC നടക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണ് SSC, ഇപ്പം നിങ്ങൾ ക്രാക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഞാൻ ജെന്യൂൻ ആയിട്ട് ചോദിക്കുകയാണ്, ഒരു കുട്ടി SSCയിലോട്ട് ഇറങ്ങാൻ ഒരു അഭിപ്രായം നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ SSC സജസ്റ്റ് ചെയ്യുമോ, അതോ PSC പോക്കോ അല്ലെങ്കിൽ ബാങ്ക് പോക്കോ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ PSCയും ബാങ്കും പറയൂല. വർക്ക് പ്രഷറും എല്ലാം കുറവുള്ള ഒരു ഏരിയ CGL പോസ്റ്റ്. ഏറ്റവും പറയാൻ നല്ലൊരു ഒരാള് ഫസിൽ തന്നെയാണ്, ഓൾറെഡി 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? വർക്ക് പ്രഷർ ഒന്നും ഇല്ല, കൂളാണ്, ചില്ലാണ്. അപ്പോൾ ഒരു കുട്ടി വരികയാണെങ്കിൽ എന്ത് സ്ട്രാറ്റജിയാണ് കൊടുക്കുക? സ്ട്രാറ്റജി മീൻസ് സ്ട്രാറ്റജി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്താണ് സജഷൻ കൊടുക്കുക? PSC നോക്കണ്ട, CGL SSC നോക്കിക്കോ, ഡിഗ്രി ഉണ്ടെങ്കിൽ എന്തായാലും CGL നോക്കിക്കോ എന്നാണ്. മീൻസ് എല്ലാം ഒരു വിത്തിൻ ടൈമിൽ എല്ലാം തീരും, എക്സാമും തീരും, ഇവരുടെ റിക്രൂട്ട്മെന്റും തീരും. PSCയുടെ ലിസ്റ്റ് ഒന്നും അതുപോലെയല്ല. CGLന്റെ ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി ഉറപ്പാണ്. മറ്റേത് ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞാല് അവര് ഒരു പോസ്റ്റിനെങ്കിൽ 10 പേർക്കുള്ള ലിസ്റ്റ്. ഞാൻ എന്നും കാണുന്നതാ സമരം അവിടെ കാണുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഉണ്ട്, പക്ഷേ നിയമനം കിട്ടാത്ത. ഇവിടെ പിന്നെ SSC അങ്ങനെ കളിപ്പിക്കുന്നുണ്ട്, പ്രശ്നമില്ല. ഒന്നെങ്കിൽ പറയാം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പണിയുണ്ട് അല്ലെങ്കിൽ പണിയില്ല, അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചു. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഫാസ്റ്റ് ആണ് അല്ലേ? ഭയങ്കര. കാരണം പണ്ട് ഇപ്പൊ എനിക്ക് ഫാസിലൊക്കെ തുടങ്ങിയ നമ്മൾ 2018-19 ഒരു 1.5 വർഷമെങ്കിലും മിനിമം, കാരണം ഒരു 4 ലെവൽ പരീക്ഷയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ജൂലൈയിലെ ഞാൻ നോട്ടിഫിക്കേഷൻ വന്നു, ഈ ഫെബ്രുവരിയിൽ റിസൾട്ടും മാർച്ച് റിസൾട്ടും വന്നു. അത്രയും ഫാസ്റ്റാണ്. എന്താണ് അഭിഷേക് എന്ന് തോന്നുന്നു? എനിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിനകത്ത് പറഞ്ഞത്. കാര്യം SSC പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ SSCയുടെ അതേ സിമിലർ ആയിട്ടുള്ള എക്സാംസും, അതായത് സെൻട്രൽ ഗവൺമെന്റിൽ തന്നെ ജോലി കിട്ടുന്ന വേറെ സിമിലർ ആയിട്ടുള്ള എക്സാംസും ഉണ്ട്. അപ്പം SSC RRB ആണോ അതോ ബാങ്ക് ആണോ ഉദ്ദേശിച്ചത്? അല്ല, RRBയും ബാങ്ക് ഒന്നുമല്ല, അതിൽ തന്നെ CSIR എന്ന് പറഞ്ഞ എക്സാംസ്, എയിംസ്, അങ്ങനെയുള്ള പല ബോഡീസ്, ഓട്ടോണമസ് ബോഡീസിന്റെ എക്സാംസ് ഉണ്ട്. അപ്പം SSCയുടെ അതേ പേ സ്കെയിലുള്ള ജോലി, അതേ ലെവലിലുള്ള ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അത് പലപ്പോഴും പലരും ഇഗ്നോർ ചെയ്ത് അറിയുന്നില്ല. അപ്പം SSCയുടെ പോലെ തന്നെ അതേ മീൻസ് ചിലപ്പോൾ അതിനേക്കാൾ മതിയാവും. ഈ പ്രിപ്പറേഷൻ ധാരാളമാണ്. കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. SSCക്കാണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അപ്പം SSC പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെയുള്ള എക്സാംസും കുറെ കൂടെ പ്രിപ്പയർ ചെയ്താൽ നമുക്കൊരു ജോലി എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മളൊരു പലപ്പോഴും റെസ്പെക്ട് ഉള്ള ജോലി കൂടുതലും SSCയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ മാത്രം SSCയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇതേ സെൻട്രൽ ഗവൺമെന്റിൽ ഇതേ പേ കിട്ടുന്ന തന്നെ വേറെ ജോലികളുണ്ട്, ഇതേ എക്സാം പാറ്റേൺ തന്നെയാണ്. അപ്പം അതും കൂടെ ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വൈഷ്ണവനാണെങ്കിലോ? പുതിയതായിട്ട് വരുന്ന ഒരാളെടുത്ത് നിങ്ങൾ എത്രയും നേരത്തെ ഇറങ്ങുന്നോ അത്രയും നല്ലതാണ്. കാരണം ടൈം എന്ന് പറയുന്നത് നമുക്ക് ഏജ് ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞാൽ നേരത്തെ ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. എഫേർട്ട് ഇടുക, അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടാൽ എന്തായാലും പെർസിവറൻസ് എന്ന് പറയുന്നത് തന്നെയാണ് കീ എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ, നമ്മൾ എത്രത്തോളം പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. നിർത്തി പോകാൻ എല്ലാവർക്കും പറ്റുള്ളൂ.
പിടിച്ചു നിന്നത്. അങ്ങനെ ഇനി ഇബ്രാസിന് തോന്നുന്നു ഇനി വരാൻ പോകുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് അച്ചീവർ എന്ന നിലയിൽ? സർവീസ് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് എടുക്കണം. ബെസ്റ്റ് ഓപ്ഷൻ സിവിൽ സർവീസ് തന്നെയാണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഒക്കെ എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ അതന്നെ നല്ലത്. അല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ബെസ്റ്റ് കേരളത്തിൽ ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന ഗവൺമെന്റ് ജോബിന് ഏറ്റവും ബെസ്റ്റ് സിവിൽ സർവീസ് തന്നെയാണ്. അത് SSC നോക്കരുത്, ഇങ്ങനെ നോക്കുക. പിന്നെ PSC പറയുമ്പോൾ ഇംഗ്ലീഷും മാത്സും റീസണിങ്ങും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ SSC നോക്കണേന് നല്ലത്. ഇപ്പോൾ ഡ്രീം പോസ്റ്റ് PSCയിലാണെന്നുണ്ടെങ്കിലും SSC നോക്കാനേ പറയുള്ളൂ. ഇപ്പോൾ PSCയിലാണെന്നുണ്ടെങ്കിൽ മെയിൻസിൽ ആകെ ഇംഗ്ലീഷും മാത്സും റീസണിങ് കൂടി 20% ഉള്ളൂ. പക്ഷേ SSCയിൽ 75% ഉണ്ട് ടയർ 2-ലൊക്കെ. അപ്പോൾ SSC തന്നെ ഏറ്റവും ബെറ്റർ. പിന്നെ നമുക്ക് സൈഡിൽ കൂടെ വെറുതെ PSC എക്സാം ഒക്കെ ചെയ്ത് അപ്പോൾ യൂണിഫോം പോസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കുറവാണ്. അപ്പോൾ അതിനായിട്ട് പഠിക്കാൻ നിൽക്കരുത്, ജസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിൽ മലയാളം, മറ്റേ കേരള ഹിസ്റ്ററി, കേരള ജിയോഗ്രഫി അതൊക്കെ എക്സ്ട്രാ ഉണ്ട്. പിന്നെ യൂണിഫോം ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് എക്സ്ട്രാ ഉണ്ട്. അതൊന്നും അതിനായിട്ട് പഠിക്കാൻ നിൽക്കരുത്, SSCനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഈ SSCൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഇപ്പോൾ മെയിനായിട്ട് പറയുന്നത് SSC, ബാങ്ക്, RRB, PS ഇതിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും? SSCൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരുമിച്ച്? ഞാൻ വേറെ എക്സാം ഒന്നും എഴുതിയില്ല, ഞാൻ ജസ്റ്റ് SSC മാത്രമേ എഴുതിയിട്ടുള്ളൂ. എനിക്ക് ഇവൻ പറഞ്ഞ എക്സാം ഒന്നും എനിക്ക് അറിയാം. ഇപ്പൊ അറിയാം, ഇപ്പൊ കൊളീഗ്സ് ഒക്കെ എഴുതുന്നതുകൊണ്ട് ഇപ്പൊ അറിയാം. അതിന് കൂടെ പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അഭിഷേകിനോട് ഏറ്റവും ബെസ്റ്റ് ചോദിക്കാൻ പറ്റിയ ഒരാളാണ്. ബാങ്ക് ക്ലിയർ ചെയ്ത് SSC ക്ലിയർ. ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ അതോ രണ്ടും വേറെ വേറെ തന്നെ പഠിക്കണമെന്നുണ്ടോ? അല്ല, ഇത് പറഞ്ഞ ഈ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മോസ്റ്റ്ലി. ഒരു ആവറേജ് ആൾക്കാർക്ക് ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഈ കുറച്ച് ഈ GK കുറച്ച് അപ്പർ ഹാൻഡ് ഉള്ള ആളാണെങ്കിൽ SSCയിൽ ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ SSCയിലും ബാങ്കിലും സെയിം ആണ്. GK മാത്രമാണ് ഈ SSCയിൽ കൂടുതൽ ഇതുള്ളത്. അപ്പോൾ GK അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ ബാക്കി SSCയും ബാങ്കും കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്താലും ചിലപ്പോൾ കയറി പോകാൻ പറ്റും. അതുപോലെ ബാക്കിയുള്ള PSC ഇതിൻ്റെ കൂടെ കൊണ്ടുവന്നു? PSC കൊണ്ടുവന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. രണ്ടിനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, കുറച്ച് പാടാണ്. PSCയിൽ ഏകദേശം 25, ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഒരു 100 ആളുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ 25 ആൾക്കാർക്കൊക്കെ ഷുവറായിട്ട് ജോബ് കിട്ടും. അപ്പോൾ SIൻ്റെ റാങ്ക് ലിസ്റ്റിലുണ്ട്, പക്ഷേ അതിൽ 670ഓളം ആൾക്കാരെടുത്തേക്കാണ്. അതിൽ എൻ്റെ റാങ്ക് 385. അപ്പോൾ അതിൻ്റെ ഒരു കൊല്ലത്തെ കാലാവധി കഴിയാനായി, എക്സ്പയർ ആവാനായി. അപ്പോൾ 130 എത്രയോ ആൾക്കാരൊക്കെ എടുത്തിട്ടുള്ളൂ. ഫാസിൽ എന്താണ് മറ്റേ ഇനി വരാൻ പോകുന്ന കുട്ടികളോടൊന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ട് പറയാനാണെങ്കിൽ എന്താ പറയാനുള്ളത്? മെസ്സേജ്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ സെൽഫായിട്ട് പറ്റിക്കാതിരിക്കുക. നമ്മൾ പഠിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് അറിയാതെ നമുക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഇന്ന പോസ്റ്റിൽ എത്തണം എന്നുള്ളൊരു ഡ്രീം വെച്ചിട്ട് നമ്മൾ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ കിട്ടും. അഭിഷേകിന് എന്തോ പറയാനുള്ളത്? ഇത് തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഞാൻ കുറെ കൂടെ പ്ലാനിങ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ ഒരു പ്ലാൻ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ പ്ലാനിൽ എവിടെയെങ്കിലും കുറെ കൂടെ ലാഗ് ആവുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഫീൽ ആവും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഓട്ടോമാറ്റിക്കലി കയറി വരുന്നത്. അങ്ങനെയാണ് ഞാൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തത്. പിന്നെ കൺസിസ്റ്റൻസിയും പെർസീവറൻസും തന്നെയാണ് SSCയിൽ കിട്ടാനുള്ളൊരു ഇത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, 2022 SSC മലയാളി സപ്തരിക്ക ഒരു ജസ്റ്റ് ഒരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ടുണ്ടായത്. അന്ന് ഒരു ഇൻകം ടാക്സിൽ കിട്ടിയ ഒരു ആൾ, എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല, എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് സപ്തരിക്ക ഈ ഒരു നാട്ടിൽ തന്നെ ഇങ്ങനെ ഇൻകം ടാക്സ് തന്നെ കിട്ടി, അതൊരു ഒരുപാട് പേരുടെ ഡ്രീമാണ്, അത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്കപ്പോൾ അത് ഇത് എങ്ങനെയൊക്കെ നേടിയെടുക്കും, ഇതൊന്ന് നേടിയെടുത്താൽ കൊള്ളാം അന്നത്തെ സ്വപ്നമായിരുന്നു. അങ്ങനെ ഒരാളുടെ അടുത്ത് സംസാരിച്ച് മീൻസ് അവര് ആ ഒരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയിരുന്നു, അങ്ങനെ ഒരിക്കൽ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഇന്ന് ഒരു യാഥാർത്ഥ്യമായിട്ട് അതും ശരിക്കും ഒരു കാര്യം. നമ്മളിപ്പോ ഇന്നിപ്പോ ഈ വീഡിയോ ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന പല ആൾക്കാരുടെ സ്വപ്നമായിരിക്കും, ഒരു കാലത്ത് ഇവരുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു, അത് ഇന്നിപ്പോ അത് യാഥാർത്ഥ്യമായി. അപ്പൊ അതിൽ വിശ്വസിക്കാം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ആ ഒരു റിയാലിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മുടെ സ്വപ്നമല്ല അത്, കാരണം ടോപ്പ് റാങ്ക് ഏതെങ്കിലും റാങ്ക് ലിസ്റ്റ് കയറുക എന്നുള്ളതിൻ്റെ അപ്പുറം നല്ലൊരു റാങ്കിലേക്ക് എത്താൻ നടക്കുന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇനി എന്താ ഭാവി പ്ലാൻ എന്താണല്ലോ? എന്താണ് ഫാസിൽ? ഇപ്പോൾ ഓൾറെഡി CGL നമുക്ക് ആഗ്രഹിച്ചൊരു പോസ്റ്റ് തന്നെ കിട്ടി. ഇനി എന്താണ്, ഇതിൽ സാറ്റിസ്ഫൈഡ് ആണോ അതോ ഇതിന്റെ മുകളിലോട്ട് ഏതെങ്കിലും പരീക്ഷ ഇനി എക്സാം സാറ്റിസ്ഫൈഡ് ആണ്? ഇനി ഈ ജോലിയിൽ കണ്ടിന്യൂ? അഭിഷേകൻ എങ്ങനെയാണ്? സാറ്റിസ്ഫൈഡ്? UPSC പോലത്തെ പരീക്ഷകൾ നോക്കാൻ ആർക്കും ഇല്ല? എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ വിചാരിച്ച പോസ്റ്റ് കിട്ടി. UPSC കുറച്ചുകൂടെ നമ്മുടെ ആ ഒരു ടെസ്റ്റ് എല്ലാം തോന്നുന്നു. അല്ല, ഇവിടെ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? പക്ഷെ അത് വേറെ ലെവൽ പരീക്ഷ, ഡിസ്ക്രിപ്റ്റീവ് ഇന്റർവ്യൂ കാര്യങ്ങൾ നമ്മളിതിന് വേറെ തരത്തിലുള്ള പ്രിപ്പറേഷൻ തന്നെ നടത്തും. എന്നാലും അഭിഷേകിന് ചെറിയ ആഗ്രഹമുള്ള പോലെ തോന്നുന്നു അല്ലേ? ഇല്ല, SSC തന്നെ അങ്ങനെ. വൈഷ്ണവനും കിട്ടി. അല്ല, എന്നാലും നമ്മളൊരു സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ബോറിംഗ് ആയി പോകില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് ബോറിംഗ് ഇനി കയറിയിട്ട് നോക്കാമല്ലോ.
അങ്ങനെ നോക്കട്ടെ. വൈഷ്ണവ് അല്ല നിബ്രാസിന് എന്താ എല്ലാം സാറ്റിസ്ഫൈഡ് തന്നെയാണ്. വെറുതെ കിട്ടിയ കുഴപ്പമില്ല, അതിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഇതില്ല. വെറുതെ UPSC കിട്ടിയ കുഴപ്പമില്ല എന്നല്ലേ? അങ്ങനെ ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇനി ഓൾറെഡി ഫസ്റ്റിലൊക്കെ ഉള്ള ജോലിയിൽ നിന്ന് മാറി വേറൊരു ഇൻസ്പെക്ടർ ഇല്ലേ, ഇപ്പോൾ ഓഡിറ്റർ എന്നുള്ളതിൽ നിന്ന് ഇൻസ്പെക്ടറിലോട്ട് ആവുകയാണ്. അപ്പോൾ ഇനി എല്ലാവരും അവരുടെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതുവരെ എങ്ങനെയാണോ ജീവിച്ചത് അതിന് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വളരെ നല്ല ക്രൂഷ്യൽ ആയിട്ടുള്ള പോസ്റ്റുകൾ, നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു പോസ്റ്റൊന്നും അല്ല നമുക്ക് കിട്ടാറ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഗ്രൂപ്പ് എ പോസ്റ്റുകൾ UPSC വഴി കിട്ടുന്ന പോസ്റ്റുകൾ മാത്രമാണ് വളരെ, പക്ഷേ എങ്ങനെയായാലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കട്ടിംഗ് എഡ്ജ് അല്ലെങ്കിൽ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് ബി ഓഫീസർമാരാണ്. ഒരു ഫയൽ എപ്പോഴും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ബി ഓഫീസറുടെ കയ്യിൽ നിന്ന് എപ്പോഴും പറയാറുണ്ട്. അതിനെ ഒരു മേൽനോട്ടം വഹിക്കുന്നതാണ് ഈ ഗ്രൂപ്പ് എ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ബി ഓഫീസർമാരാണ്. അപ്പോൾ അത്രയും നല്ലൊരു ജോലിയിലോട്ടാണ് നിങ്ങൾ എല്ലാവരും കയറാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ജോലിയിലോട്ട് കയറുന്നതിന്, അതായത് നിങ്ങളുടെ 60 വയസ്സ് വരെയുള്ള ഒരു ജോലിയാണ് ഇനി. അപ്പോൾ ആ ഒരു ജോലിയിലോട്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക്സ്. ഓക്കെ.